സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ KSRTCയെ അതിന്റെ ഉണർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ കുറെ മനുഷ്യർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ ഒരു പ്രതിസന്ധിയെക്കുറിച്ച്, ആ ദുരിതത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മന്ത്രി പറഞ്ഞതുപോലെ ആശ്വസിക്കാനും സമാധാനപ്പെടാനും ഒന്നും വകയില്ല ഇപ്പോഴും പെൻഷൻകാർക്ക്. എന്താണ് പറ്റുന്നത്? KSRTCയിലെ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നത് സംസ്ഥാനത്ത് 43,000-ലേറെ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയിൽ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പെൻഷൻ വാങ്ങുന്നവർ പ്രായം ചെന്നവരാണ്, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ പണമില്ലാതെ, മാസ ചെലവിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. 2011-ലാണ് ഈ KSRTCയിൽ പെൻഷൻ പരിഷ്കരണം അവസാനമായി നടന്നത്. പിന്നീട് 2016-ലും 2021-ലും പെൻഷൻ പരിഷ്കരണം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വന്നെങ്കിലും സർക്കാർ അത് അംഗീകരിച്ചില്ല. 2022-ൽ KSRTCയിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനൊപ്പം പെൻഷൻ പരിഷ്കരണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വന്നെങ്കിലും അതും തള്ളുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. ഇപ്പോൾ അന്നുണ്ടായിരുന്ന അതേ തുച്ഛമായ തുകയിലാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയ്ക്കാണ് വീണ്ടും പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. പെൻഷൻ കൃത്യമായി തന്നെ മാസത്തിലെ 7-ാം തീയതിക്കുള്ളിൽ തന്നെ നൽകണമെന്നൊരു കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവ് പോലും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നത്. പെൻഷൻ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് ഗതാഗത വകുപ്പ് നൽകിയെങ്കിലും ട്രഷറിയിൽ പണമില്ലാത്തതും തുടങ്ങിയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോൾ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് മന്ത്രി KB ഗണേഷ് കുമാറാണ്. കാരണം അദ്ദേഹത്തിന് മുന്നിലേക്കാണ് ഇനി ഈ ഫയൽ എത്തുന്നത്. പക്ഷേ ഈ ഫയൽ അദ്ദേഹത്തിന് പരിശോധിക്കുന്നതിന് വേണ്ടി ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം രാഷ്ട്രീയ ജാഥകളുമായി ബന്ധപ്പെട്ട് മന്ത്രിയും തിരക്കിലാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ പെൻഷൻകാർക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു. ഇനി മന്ത്രിസഭാ യോഗം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പെൻഷൻകാർക്ക് ആ മാസ വരുമാനം കിട്ടുകയുള്ളൂ. അതിനും ഒരുപാട് കാലതാമസം എടുക്കും. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് കഴിഞ്ഞാലും കുറച്ച് കാലതാമസം എടുക്കും. ശാശ്വതമായി ഇവർക്ക് കൃത്യമായി പെൻഷൻ കിട്ടണമെന്ന കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ട് പെൻഷൻ നൽകും.